ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ അലീനയെ രോഹിത് ഇങ്ങനെ വിളിക്കുന്നത് കണ്ടിട്ട് അലീന അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രോഹിത് പോവാൻ നിൽക്കുകയാണ്. അതുപോലെ അലീനയും തിരിയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അതല്ല, അതിൽ എൻ്റെ ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. ഉണ്ടല്ലോ എന്ന് പറയാണ് അലീന. അങ്ങനെ അലീന ഇങ്ങനെ അതിൽ തിരയുന്നുണ്ട്. അതുപോലെ രോഹിത്തും അതിൽ ഡ്രസ്സ് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ കാണാഞ്ഞിട്ട് ഇതിൽ ഇല്ലേ, ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയാട്ടോ അലീന. അപ്പോൾ അലീനെ ഇടയ്ക്ക് ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുകയാണ് രോഹിത്. എന്നിട്ട് രോഹിത് വിളിക്കുന്നുണ്ട്, അലീന എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ അലീന എന്താന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അത് പറയുമ്പോൾ അലീന എങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് തപ്പിത്തറിഞ്ഞ് സംസാരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, രോഹിത്തിന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. അപ്പോൾ റൂമിലേക്ക് നോക്കിയിട്ട് റൂം ക്ലീൻ ആക്കണോ, അല്ലെങ്കിൽ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഭക്ഷണം വേണോ, കോഫി വേണോ, എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയാട്ടോ. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാം. രോഹിത്തിനോട് വളരെ നല്ല രീതിയിലാട്ടോ അലീന സംസാരിക്കുന്നത്. കാരണം തൻ്റെ സ്വന്തം ബ്രദറാണല്ലോ, അത് അലീനയ്ക്ക് അറിയാം. അതുകൊണ്ട് ആ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. രോഹിത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ട് എന്നുള്ളത് അലീനയ്ക്ക് അറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അലീന മാറ്റിയെടുക്കും എന്നുള്ളത് തന്നെയാണ് അലീനയുടെ ഒരു വിശ്വാസം. അങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹരി ഇവനെ വെടക്കാക്കുമെന്നുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അലീനയോട് പറയുന്നുണ്ടേ, രോഹിത് പറയണേ, അലക്കാൻ എടുക്കുമ്പോഴേ ഈ പാൻസിൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, അതിൽ ചിലപ്പോൾ പൈസ വല്ലതും കാണും എന്ന് പറയട്ടോ. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വാഷിംഗ് മെഷീനിൽ ഇടുന്നത്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ അലീന. അപ്പോൾ വേറെ എന്തെങ്കിലും ഒന്നുമില്ല എന്ന് പറയണം. എന്നാൽ ഞാൻ പൊക്കോട്ടെ, ഞാൻ ഇതൊക്കെ അയൺ ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അലീന താഴേക്ക് പോകാട്ടോ. അലീന പോയതിന് ശേഷം ആകെ നാണം കെട്ട മട്ടിൽ ഒരു എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ നിൽക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും ഹരിയും കൂടി സംസാരിക്കുന്നതാണ്. ഹരിയോട് കാര്യങ്ങളൊക്കെ പറയാട്ടോ രോഹിത്. അലീന നീ വിചാരിക്കും പോലെയുള്ളൊരു പെങ്കൊച്ചല്ല, അവളുടെ ഇന്നസെൻസ് കാണുമ്പോൾ ഉള്ള ധൈര്യം പോലും ചോർന്നു പോകുമെന്ന് പറയാട്ടോ രോഹിത്. അപ്പോൾ ഹരി പറയുന്നത്, വെറുതെ അല്ല നിനക്ക് ഒരെണ്ണം പോലും സെറ്റാവാത്തത് എന്ന് പറയാട്ടോ രോഹിത്തിനോട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത് അവളാണ്. എല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നതും പാചകം ചെയ്യുന്നതും എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യുന്നതും ഷൂ പോളിഷ് ചെയ്യുന്നതും റൂം ക്ലീൻ ആക്കുന്നതും എല്ലാം ചെയ്യുന്നത് അവളാണ്. ഒരു പരാതിയും പരിഭവവും ഒരിക്കലും പറയാറില്ല എന്ന് പറയാട്ടോ. സ്വന്തം അനിയനോട് എന്നുള്ള രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. അങ്ങനെയുള്ള ഒരാളോട് എങ്ങനെയാണ് മിസ്ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയാണ് രോഹിത്. പിന്നെ നീ പറഞ്ഞ ആ ഒരു ഇമോഷണൽ ട്രാക്ക്, സെൻറ്റിമെൻ്റൽ ട്രാക്ക് ഞാൻ പരീക്ഷിച്ചു നോക്കി. ഒരു ദിവസം എൻ്റെ റൂം ക്ലീൻ ആക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ക്ലീൻ ആക്കണ്ട, ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതല്ലേ, അപ്പോൾ ഇന്ന് ക്ലീൻ ആക്കണ്ട, പോയി റെസ്റ്റ് എടുത്തോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഈ റൂമൊക്കെ പൊടി പിടിച്ച് കഴിഞ്ഞാൽ വല്ല അസുഖവും വരും, അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞിട്ട് ആ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് അവൾ പോയതെന്ന് പറയുമ്പോൾ ഹരി പറയുന്നത്, നീ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാത്തത്? അവൾ എന്തിനാണ് നിൻ്റെ റൂം വന്ന് ക്ലീൻ ചെയ്തത്? നിനക്ക് പനി പിടിച്ച് കിടന്നാൽ അവൾക്ക് എന്താ കുഴപ്പം? അപ്പം അത് നിന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടല്ലേ, നീ എന്താ അത് മനസ്സിലാക്കാത്തത് എന്ന് പറയാട്ടോ. നിനക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ റൂമൊക്കെ ക്ലീൻ ആക്കി, അത് നിന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്, അവൾക്ക് നിന്നോടൊരു ഇഷ്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ് ഹരി. വീണ്ടും അവൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുക കേട്ടോ. അവൾ ആ റൂമിൽ നിന്നത് നിന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്, നിൻ്റെ ഇഷ്ടം പിടിച്ച് പറ്റാനും ഒക്കെ വേണ്ടിയിട്ടാണ്, നിൻ്റെ പ്രസൻസ് അവൾ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾ ആ റൂമിലേക്ക് വന്നതും അവിടെ നിന്നതൊക്കെ. അത് നിനക്ക് മനസ്സിലാവാതെ പോയി എന്ന് പറയാട്ടോ ഹരി. എന്നിട്ട് പറയുന്നുണ്ട്, വിശക്കുന്നവൻ്റെ മുന്നിൽ സദ്യ വിളമ്പി വെച്ചിട്ട് അത് കഴിച്ചില്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല. ഇവിടെ സദ്യ വിളമ്പി വെച്ചിട്ട് ഇവിടെ ഒരാളിങ്ങനെ എന്താ പറയുക, വെറുതെ ഇരിക്കുകയാണ് അത് കഴിക്കാതെ. എന്തായാലും ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് നിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ഞാൻ തീർത്ത് തരുന്നുണ്ട് എന്ന് പറയാണ് ഹരി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോള് സ്കൂൾ വിട്ടിട്ട് വരുന്നതാട്ടോ. കൃഷ്ണമോളാണെങ്കിൽ ആകെ ടയേർഡായിട്ടാട്ടോ വരുന്നത്. എന്നിട്ട് വന്ന ഉടനെ ആ സെറ്റിയിലേക്ക് ബാഗ് ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണേ. അപ്പോൾ അലീന അത് കാണുന്നുണ്ട്. മോളെ യൂണിഫോം മാറ്റണ്ടേ എന്ന് ചോദിക്കട്ടോ. വേണ്ട, എന്ത് പറ്റി മോൾക്ക് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആകെ വയ്യ, ഭയങ്കര ഹെഡേക്കും കോൾഡും ഒക്കെയാണെന്ന് പറയാട്ടോ. അപ്പോൾ അലീന തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോളെ. എന്നിട്ട് ആ നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ പനിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണം. ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ചോദിക്കാട്ടോ. അവൾ ആന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ബബിതയോട് അലീന പറയുന്നുണ്ട്, കൃഷ്ണമോൾക്ക് പനിക്കുന്നുണ്ടെന്ന് പറയാട്ടോ. അതിന് ഞാനെന്ത് വേണം എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് ബബിത. അലീന ആകെ വല്ലാണ്ടായി പോവാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾക്ക് അല്ലെങ്കിലും ഇടയ്ക്കുള്ളതാണ് ഒരു തരം കള്ളപ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അകത്തേക്ക് പോവുകയാണേ. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോൾ ഇവിടെ കിടന്നോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോവാണ്.
അലീന പെട്ടെന്ന് തന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരിക കേട്ടോ. എന്നിട്ട് കൃഷ്ണമോളെ വിളിച്ചിട്ട് കുടിക്കാൻ പറയാണ്. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാം എടുത്ത് നെറ്റിയിലൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോവാണ്. കൃഷ്ണമോളാണെങ്കിൽ കുറച്ച് ചുക്ക് കാപ്പി കുടിച്ചിട്ട് ആ സെറ്റിയിൽ തന്നെ വീണ്ടും കിടക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹരി കട്ടപ്പാട്ടൂർ വീട്ടിലേക്ക് വരിക കേട്ടോ. വൈജയുടെ വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് അകത്തേക്ക് കയറുക കേട്ടോ. പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ വാതിൽ തള്ളി നോക്കുമ്പോൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പതുക്കെ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ചെവി വട്ടം പിടിക്കുക കേട്ടോ. മുത്തശ്ശിയുടെ റൂമിലാണോ എവിടെയാണോ അലീന എന്നുള്ളത്. അങ്ങനെ ചെവി വട്ടം പിടിക്കുന്ന സമയത്ത് കിച്ചണിൽ നിന്ന് ശബ്ദം കേൾക്കുക കേട്ടോ. അപ്പം നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അവിടെ അലീന പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഹരിയാണെങ്കിൽ പയ്യെ ശബ്ദം ഉണ്ടാക്കാതെ അലീനയുടെ പുറകിലേക്ക് പയ്യെ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. പെട്ടെന്ന് അലീന എന്തോ ഒന്ന് ഒരു സംശയം തോന്നിയിട്ട് തിരിയുമ്പോൾ ഹരിയെ കണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് കയ്യിലിരുന്ന പാത്രം താഴെ വീഴും കേട്ടോ. എന്താ ഇത് എന്ന് ചോദിക്കുക കേട്ടോ. ഞാനൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയിട്ട് എന്ത് മോശം പരിപാടിയാണ്, ഇതുപോലെയുള്ള പരിപാടികൾ ഇനി ചെയ്യരുതെന്ന് ഞാൻ അവിടുന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയാട്ടോ. ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാന്ന് പറയട്ടോ ഒരു ഹരി. ഇതാണോ സർപ്രൈസ്, മേലിൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹരി പോക്കറ്റിൽ നിന്ന് ഒരു ബോക്സ് എടുത്തിട്ട് അലീനയുടെ നേരേക്ക് ഇങ്ങനെ നീട്ടുക കേട്ടോ. ഇങ്ങോട്ടേക്ക് നോക്കുമെന്ന് പറയട്ടോ. എന്താണെങ്കിലും എനിക്ക് കാണണ്ടെന്ന് പറയണം. ഒന്ന് നോക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് കാണണ്ട എന്ന് തന്നെ കേട്ടോ അലീന പറയുന്നത്. എന്നിട്ട് അലീന അവിടെ നിന്നാണ്ട് പോകുന്ന സമയത്ത് നിനക്ക് എന്താടി ഇതൊന്ന് നോക്കിയാൽ നീ എന്ത് വിചാരിച്ചടി എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യെ കയറി പിടിക്കാട്ടോ. അവളാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അപ്പോൾ പൊട്ടിക്കും എന്നുള്ള രീതിയിലാട്ടോ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹരിയുടെ കൈ വിടുവിക്കുകയാണ് അവൾ. എന്നിട്ട് പിന്നീട് ഹരി ആ ബോക്സ് തുറന്നിട്ട് ഒരു റിങ് എടുത്ത് കാണിക്കുക കേട്ടോ. ഇതേ നോക്ക്, ഒരു ഗോൾഡ് റിങ് ആണെന്ന് പറയാം കേട്ടോ. അതിന് ഇതുപോലെയുള്ള പരിപാടികളുണ്ട്. അപ്പം രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ച് വന്നേക്കാണല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അലീന. അതെ, ഞാൻ തീരുമാനിച്ചു വന്നേക്കാണ്, ഇത് നിനക്ക് ഉള്ളതാണ്. അപ്പോൾ ഇതെന്തിനാ എന്നെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് നിനക്കുള്ളതാന്ന് പറയാം കേട്ടോ. എനിക്കിതൊന്നും വേണ്ട, നീ നിൻ്റെ പണി നോക്കിപ്പോ എന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കാൻ നോക്കുമ്പോൾ നിനക്ക് എന്താണ് ഇതിൻ്റെ വില അറിയാത്തത്, ഇത് ഞാൻ നിനക്ക് തരും, പക്ഷേ ഇപ്പോഴല്ല, ഇന്ന് രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്, ഇന്ന് ഞാനിത് നിൻ്റെ വിരലിൽ ഇട്ട് തരും എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് എന്താ പറയുക, ദേഷ്യം വന്നിട്ട് ഇങ്ങനെ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് എന്താടാ ഒരു വിലയും ഇല്ലേന്ന് ചോദിക്കുക കേട്ടോ. നിനക്ക് എന്താടി ഇതിന് ഒരു വിലയില്ലേന്ന് ചോദിക്കുകയാണ് ഹരി. അപ്പം അലീന പറയുന്നുണ്ട് നിനക്ക് എന്താടാ ഒരു വില, അത് തന്നെ ഞാനും ചോദിക്കുന്നത്, നിനക്ക് ഇതിനൊരു വിലയില്ല. അവനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് കേട്ടോ. നീ കൈതക്കൽ മാളികൾ വീട്ടിൽ ജനിച്ച ഒരാണല്ലേ, അതിൻ്റെ അന്തസ്സ് കാണിക്കട, അതിനൊരു വിലയില്ലേന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അലീന. അപ്പോൾ ഹരിയാണെങ്കിൽ ആകെ എന്താ പറയുക നാണം കെട്ട് നിൽക്കുന്ന മാതിരി നിൽക്കണം, ദേഷ്യപ്പെട്ടുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പോവുകയാണേ. അലീനയെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ എടുത്തോളാം എന്നുള്ള ഭാവത്തിൽ നോക്കിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ അലീനയെ നോക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ആകെ വിഷമമാവാണ്. പിന്നീട് ഹരി അകത്തേക്ക് പോകുന്ന സമയത്താണ് കൃഷ്ണ അവിടെ ഇരുന്ന് പഠിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ കൃഷ്ണ അന്ന് സ്കൂളിൽ പോയിട്ടില്ല. നേരെ കൃഷ്ണയുടെ അടുത്തേക്ക് പോവാണ്. ഹലോ മിസ്റ്റർ, എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുക കേട്ടോ. ഞാൻ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യുകയാണ്. ഹരിയേട്ടൻ ഇതിപ്പോൾ ലാൻഡ് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. ഞാൻ ലാൻഡ് ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് കുശലും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് നിനക്ക് മാത്രം എന്താ സ്കൂളില്ലാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടി പുഴയിൽ മുങ്ങി മരിച്ചു, അത് കാരണം സ്കൂളില്ല എന്ന് പറയാണ്. ഹരിയേട്ടൻ എന്താ കോളേജിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നും കോളേജിൽ പോയിട്ടൊക്കെ എന്താ കാര്യം, അങ്ങനെ ഒരു ഒഴിവ് കഴിവ് പറയാട്ടോ ഹരി. എന്നിട്ട് ഹരിയാണെങ്കിൽ അവളുടെ തോളയിൽ കൈ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ കുശലം ചോദിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ, നീ ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയണേ. ഒന്ന് പോ ഹരിയേട്ട, കളിയാക്കാതെ, ഈ വീട്ടിൽ ഏറ്റവും സൗന്ദര്യം കുറവ് എനിക്കാണ്, കളറും ഇല്ല ഫിഗറും ഇല്ല ഒന്നുമില്ല എന്ന് പറയട്ടെ, ഭംഗിയില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ. ആര് പറഞ്ഞു, എന്നാ കൃഷ്ണമോളാണ് ഇവിടെ ഏറ്റവും നല്ല സുന്ദരി കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കണേ. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഹരിയേട്ടൻ ഏത് സ്പ്രേ അടിച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറേ ഉണ്ട് എന്ന് പറയാം കേട്ടോ. അച്ഛൻ വരുമ്പോൾ ഓരോ സ്പ്രേകൾ കൊണ്ടുവരും, ഞാൻ ഏതെങ്കിലുമൊക്കെ എടുത്തടിക്കും എന്നൊക്കെ പറയണം. അങ്ങനെ അവർ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് അലീന ചായയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എങ്ങും ഹരിയെ കാണുന്നില്ല. റൂമിലാണെങ്കിൽ ഇങ്ങനെ ചിരി കേൾക്കുക കേട്ടോ. അലീന ഞെട്ടിപ്പോവാണേ. റൂമിൽ ചിരിയും ബഹളമൊക്കെ കേൾക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് കൃഷ്ണമോളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഹരി കൃഷ്ണയുടെ കൈ പിടിച്ചു വെച്ചിട്ട്, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാണ് ഭാഗ്യരേഖ, നല്ല ഭംഗിയുള്ള കൈയാണ് കൃഷ്ണയുടെ കൈ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടിട്ട് അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് കൃഷ്ണമോളിൽ നിന്ന് വിളിക്കുമ്പോൾ ഹരി പെട്ടെന്ന് കൈ പിൻവലിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട് നിനക്ക് കോഫി എടുത്ത് വെച്ചിട്ടുണ്ട്, കോഫിയും ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ.
അങ്ങനെ എന്നാൽ ഞാൻ പോയി കോഫി കുടിച്ചിട്ട് വരാമെന്ന് ഹരിയോട് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോവാട്ടോ. ഹരിയാണെങ്കിൽ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഹരിയെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുകയാണ് അലീന. ഒന്നും തന്നെ സംസാരിക്കുന്നൊന്നുമില്ല. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കോഫി കുടിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി ഉണ്ടാക്കുന്ന കോഫി നല്ലതാ, ഞാൻ ഇത്രയും നല്ല കോഫി കുടിച്ചിട്ടേ ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കോഫിയാണല്ലോ എന്നൊക്കെ പറയണം. എൻ്റെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്ന് പറയട്ടോ. ചേച്ചിയെപ്പോലെ അലീന ചേച്ചിയെപ്പോലെ ഒരു ചേച്ചി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര വിഷമം വരികയാണ്. ബബിത ഉണ്ടല്ലോ, അവൾ കുശുംബികാരിയാണ്, അവൾ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, അവൾക്ക് ഇച്ചിരി കുസൃതി കൂടുതലാണെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല ചേച്ചി, ശരിക്കും അമ്മയുടെ അതേ സ്വഭാവമാണ്, എനിക്ക് അച്ഛൻ്റെ സ്വഭാവമാണെന്ന് പറയാട്ടോ കൃഷ്ണ. അങ്ങനെ എന്തായാലും കോഫി കുടിക്കി എന്ന് പറഞ്ഞിട്ട് മോൾക്ക് ഏത് സബ്ജക്റ്റാണ് ബുദ്ധിമുട്ടെന്ന് ചോദിക്കാട്ടോ. എനിക്ക് ഹിന്ദി. ചേച്ചിക്ക് ഹിന്ദി അറിയാവോ? കുറച്ചൊക്കെ അറിയാം, +2 വരെ പഠിച്ചതല്ലേ. മോള് ബുക്ക് എടുത്തിട്ട് വരികയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറയട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അവളെ ഒഴിവാക്കി നിർത്തണം. റൂമിലേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഹരി അങ്ങോട്ടേക്ക് ചെല്ലുമല്ലോ. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് അലീന സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയെ ഇങ്ങനെ നോക്കണം, അലീനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. നിൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് പെട്ടെന്ന് ഹരി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം തന്നെയാണ് കേട്ടോ വൈജ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നീ ഇതിപ്പോൾ വന്നിട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നതാണെന്ന് പറയട്ടോ. എന്നിട്ട് നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എവിടെ, ഒരു ചായ പോലും കിട്ടിയില്ല എന്ന് പറയട്ടോ. ആൻറ്റിയുടെ സെർവൻറ്റിന് തീരെ മാനേഴ്സ് ഇല്ല, ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊന്നും അവൾക്ക് അറിയത്തില്ല എന്ന് പറയട്ടോ. അങ്ങനെയല്ലല്ലോ, ഗസ്റ്റ് വന്നാലൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണല്ലോ, ഞാൻ എന്തായാലും അവളോട് ഇതൊന്നും ചോദിക്കട്ടെ. ആൻറ്റി ഇപ്പോൾ അത് അവളോട് ചോദിക്കാനൊന്നും പോവണ്ട എന്ന് പറയുമ്പോൾ അതെന്താടാ ചോദിച്ചാലെന്ന് പറയട്ടോ. ഞാൻ കാരണം ഈ ഫാമിലിയിൽ ഇനി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് പറയട്ടോ. അതെന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഈ ഫാമിലിയിൽ ആരാ, എൻ്റെ മോളൊന്നുമില്ലല്ലോ, ഞാൻ എന്തായാലും ചോദിക്കാമെന്ന് പറയുമ്പോൾ അല്ല വേണ്ട ആൻറ്റി, ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്, ഒന്ന് വാണിയും കൊടുത്താൽ മതി എന്ന് പറയാണ് ഹരി. അങ്ങനെ വൈജാഗത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അലീന ഹിന്ദിയിലുള്ള ഡൗട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ നമ്മുടെ കൃഷ്ണമോൾക്ക്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി ഈ ഹിന്ദി പഠിക്കാൻ എന്തൊരു പാടാണ്, ഹേ ഹൂം ഹം എന്നൊക്കെ ഉണ്ട്, മലയാളത്തിലാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്ത് ഈസിയാണ് പഠിക്കാനെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ചേച്ചിക്ക് എന്തൊരു മെമ്മറിയാണ്, ഇതൊക്കെ ഇപ്പോഴും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ എന്ന് പറയട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ടെക്സ്റ്റിൽ കാര്യങ്ങളൊക്കെ വായിക്കാനും പറയുന്നുണ്ട്. ആ സമയത്ത് വൈജ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. കൃഷ്ണയെന്ന് വിളിക്കുക കേട്ടോ. പെട്ടെന്ന് രണ്ടുപേരും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് കുറച്ച് ഡൗട്ട് ചോദിക്കുകയായിരുന്നു, ചേച്ചിക്ക് ഹിന്ദി അറിയാം അമ്മ എന്ന് പറയാട്ടോ. അപ്പോൾ സെർവൻറ്റിനാണോ ചോദിക്കുന്നത്, ഇവർക്ക് എന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാം, അമ്മ ഇതൊന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ 2 ലൈന് വായിക്കുമ്പോൾ വൈജാഗ് പരിഭ്രമിക്കുക കേട്ടോ. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്, ചേച്ചി പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അമ്മയെന്ന് പറയട്ടോ. ഒരു ചേച്ചി വന്നേക്കുന്നു. അപ്പോൾ എന്നിട്ട് അലീനയെ വഴക്ക് പറയണം, നിനക്ക് ഇവിടെ എന്താണ് ജോലി, അമ്മയെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അല്ലാതെ പഠിപ്പിക്കലാണോ നിൻ്റെ ജോലി, ഒരു ടീച്ചർ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പരിഹസിക്കുക കേട്ടോ. ഒരു അധ്യാപിക വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കണം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞു തരുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അമ്മയെന്ന് പറയട്ടോ. ഒരു ചേച്ചി, ആരാടി നിൻ്റെ ചേച്ചി, ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് സെർവൻറ്റിന് അതിൻ്റേതായ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പം പറയുന്നുണ്ട്, നിനക്ക് ഏതെങ്കിലും ഡൗട്ടിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ട്യൂഷന് പൊക്കോളണമെന്ന് പറയുമ്പോൾ അതിനല്ലേ ചേച്ചി ഞാൻ ചേച്ചിയുടെ അടുത്ത് മര്യാദക്ക് മിണ്ടായിരുന്നു, ഒരു ചേച്ചി വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വഴക്ക് പറയാണ്. യോഗ്യതയുള്ളവരുടെ അടുത്ത് ട്യൂഷന് പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വീട്ടുവേലക്കാരുടെ അടുത്തല്ല എന്ന് പറയട്ടോ വൈജ. അത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് വൈജയെ നോക്കുകയാണ് അലീന. ഇതാണ് ഇന്ന് കാണിച്ചുകൊണ്ട് ഈ ഭാഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ.